നിങ്ങൾ ദൈവത്തെ വിൽക്കുമോ? സ്വന്തം ജനങ്ങൾക്കു വേണ്ടി ഈ മനുഷ്യൻ വിറ്റു. പക്ഷേ അതൊരു പാപമായിരുന്നില്ല. ചരിത്രം കണ്ട ഏറ്റവും വലിയ ത്യാഗമായിരുന്നു. വിഗ്രഹത്തിൽ ചാർത്തേണ്ട 14 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ വിറ്റ് പകരം ഒരു നാടിനു കുതിക്കാൻ ഇരുമ്പ് പാളങ്ങൾ വാങ്ങിയ ലോകത്തിലെ ഒരേ ഒരു രാജാവ്, കൊച്ചി രാജർഷി രാമവർമ്മ 15-മൻ. 1890-കൾ കൊച്ചി നിശ്ചലമായിരുന്നു. ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്കൊരു റെയിൽപാത വേണം. കാരണം ഉൾനാടുകളിൽ നിന്ന് കൊച്ചിയിലേക്ക് ചരക്കുകൾ എത്തണമെങ്കിൽ തീവണ്ടി വേണം. കച്ചവടം നടക്കണമെങ്കിൽ, ആ നാടിന്റെ പട്ടിണി മാറണമെങ്കിൽ ആ പാളങ്ങൾ വന്നേ തീരൂ. അതായിരുന്നു അവസ്ഥ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാലു പിടിച്ചു. പക്ഷേ ഇന്ത്യക്കാരന്റെ പട്ടിണി മാറ്റാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് അവർ ആട്ടിപ്പായിച്ചു. എല്ലാവരും തോറ്റുപിന്മാറി. പക്ഷേ രാജാവ് തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം നേരെ പോയത് പൂർണ്ണത്രയീ ക്ഷേത്രത്തിലെ നിലവറയിലേക്കാണ്. നൂറ്റാണ്ടുകളായി ദൈവത്തിനായി സൂക്ഷിച്ച 14 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ. കൊട്ടാരം വിറച്ചുപോയി. തമ്പുരാനെ വിറ്റാൽ വംശം മുടിയുമെന്ന് പുരോഹിതർ ശപിച്ചു. അന്ന് ആ ശാപവാക്കുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എന്റെ ദൈവത്തിന് എന്തിനാണ് സ്വർണ്ണ തലപ്പാവ്? ഈ സ്വർണം വിൽക്കണം, പകരം ഇരുമ്പ് വാങ്ങണം. അതിലൂടെ വരുന്ന തീവണ്ടിയിൽ എന്റെ ജനങ്ങൾക്ക് അന്നം വരണം. പിന്നീട് കണ്ടത് ചരിത്രമാണ്. ദൈവത്തിന്റെ സ്വർണം അദ്ദേഹം വിറ്റു. ആ പണം കൊണ്ട് കാടും മലയും വെട്ടിപ്പിടിയിച്ചു. കരിങ്കല്ലും ഇരുമ്പും വാങ്ങി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിന് മുകളിലൂടെ 1902-ൽ കൊച്ചിയുടെ മണ്ണിലേക്ക് ആദ്യത്തെ തീവണ്ടി പാഞ്ഞുകയറി. അതൊരു വണ്ടിയായിരുന്നില്ല, കൊച്ചിയുടെ വിധിയായിരുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. സ്വന്തം നിലയ്ക്ക് റെയിൽവേ പണിത് രാജാവ് വിജയിച്ചത് ബ്രിട്ടീഷുകാർക്ക് സഹിച്ചില്ല. അവർ അദ്ദേഹത്തെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചു, ഏത് ജനതയ്ക്ക് വേണ്ടിയാണോ താൻ ദൈവത്തെപ്പോലും പണയം വെച്ചത്, ആ ജനതയ്ക്ക് മുന്നിൽ ഒരടിമയെപ്പോലെ ഭരിക്കാൻ താനില്ല. 1914-ൽ ലോകം ഞെട്ടിപ്പോയ ആ തീരുമാനം അദ്ദേഹം എടുത്തു. സ്ഥാനത്യാഗം. തലയിലെ കിരീടം അദ്ദേഹം ഊരിവെച്ചു. സിംഹാസനത്തെക്കാൾ വലുത് എന്റെ ആത്മാഭിമാനമാണ് എന്ന് പ്രഖ്യാപിച്ച് കൊട്ടാരത്തിന്റെ പടിയിറങ്ങി വെറുമൊരു സാധാരണക്കാരനായി അദ്ദേഹം ഇരുളിലേക്ക് മറഞ്ഞു. സ്വർണം വിറ്റപ്പോൾ അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായി. പക്ഷേ സിംഹാസനം വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു രാജർഷിയായി. ഇന്ന് നിങ്ങൾ കൊച്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾ സഞ്ചരിക്കുന്നത് വെറും ഇരുമ്പ് പാളങ്ങളിലൂടെയല്ല, സ്വന്തം ദൈവത്തെയും സ്വന്തം സിംഹാസനത്തെയും ത്യജിച്ചൊരു മനുഷ്യന്റെ വലിയൊരു സ്വപ്നത്തിന് മുകളിലൂടെയാണ്. ഈ രാജാവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ചരിത്രം ഇനിയും കേൾക്കാൻ മായാ കാഴ്ചകൾ.